കണ്ണനെ ഇനി നമ്മൾ നമ്മുടെ കൈവെള്ളയിൽ കൊണ്ടു നടക്കണം. അവന്റെ കയ്യിലുള്ളതൊക്കെ നമ്മുടെ കയ്യിലാവുന്നത് വരെ. ഒരിക്കൽ മനഃപൂർവ്വം മോള് കൈവിട്ട മുതലാണ് കണ്ണൻ. ഇനി അത് കൈമോശം വരരുതെന്ന് മോളും ആഗ്രഹിക്കുന്നുണ്ട്. എന്നാ പിന്നെ ഞങ്ങള് പോയി അവനെ ഒന്ന് കാണട്ടെ. വേലിയെ കിടന്ന പാമ്പിനെയാണ് അവനെടുത്ത് കഴുത്തലിട്ടത്. ഇനി എന്തായാലും അവളെ കുടഞ്ഞു കളഞ്ഞ സ്ഥിതിക്ക് അവള് വീണ്ടും അവനെ ചുറ്റി വരിയാൻ പാടില്ല. എടാ പ്രതാപ, ലക്ഷ്മി അവന്റെ ജീവിതത്തിൽ നിന്ന് പോയതിനു ശേഷം നമ്മൾ ഇതുവരെ അവനെ കണ്ടിട്ടില്ലല്ലോ. ഉണ്ടോ? ഇപ്പൊ പത്തി വിടർത്തി നിൽക്കുന്ന കണ്ണനല്ല ഇവിടെയുള്ളത്. പത്തിയൊക്കെ താന്ന് പപ്പടം പോലെ പൊടിഞ്ഞ കണ്ണനെയാണ്. ലക്ഷ്മി അവനെ കൊണ്ട് എത്രമാത്രം വെറുപ്പിക്കാവോ അത്രയും വെറുപ്പിക്കണം. അതുപോലെ കല്ല് വെച്ച നുണകൾ പറയണം. അതിന് വഴങ്ങുന്ന നാവാണല്ലോ നിന്റെ നാവ്. പിന്നെ അമ്മയുടെ നാവ് വഴങ്ങത്തില്ലേ? ആ, വഴങ്ങും. നമ്മുടെ രണ്ടുപേരുടെ നാവ് വഴങ്ങും. വാ വാ മോനെ, കണ്ണമ്മോനെ, കണ്ണൻകുട്ടിയെ. കണ്ണൻ ഒരു മാലയ്ക്കായി കണ്ണ 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 വാടാ. എന്റെ മോളെക്കാളും സന്തോഷമാ മോളുടെ അച്ഛനും മുത്തശ്ശിക്കും ഒക്കെ. അത്രത്തോളം അഹങ്കരിച്ചില്ലേ അവള്? എന്നെ വെറും സൈഡാക്കി കളഞ്ഞില്ലേ? അതൊന്നും എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. കണ്ണനെ, കണ്ണച്ചോ, കണ്ണൻകുട്ടി, കണ്ണൻകുട്ടി, കണ്ണൻകുട്ടി. പ്രതാപ, പിടിക്കടാ എന്റെ നമ്പരാണ്. എന്റെ ദൈവമേ, എന്താ പറ്റിയേ? ബെഡിൽ നിന്ന് വീൽ ചെയറിലേക്ക് ഇരിക്കാൻ നോക്കിയതാ. പെട്ടെന്ന് വീൽ ചെയർ അങ്ങ് തെന്നി മാറിപ്പോയി. അല്ലെങ്കിൽ ചില വീൽ ചെയർ അങ്ങനെയാ മോനെ, ഭയങ്കര അഹങ്കാര. എന്താ അടി അടി അടി. എന്റെ മോനെ വീഴിക്കാനായിട്ട് തെന്നി മാറിയാലുണ്ടല്ലോ, നിന്നെ മാറ്റിയിട്ടെ പകരം നല്ല യോഗ്യതയുള്ള വീൽ ചെയർ ഞങ്ങൾ ഇവിടെ കൊണ്ടുപോകും. അനുസരണയില്ലാത്തവൻ. മോനെ കണ്ടാ, വലതുകാലിനൊപ്പം ഇടതുകാലം അനങ്ങിയപ്പോ എഴുന്നേക്കാൻ പറ്റുന്നൊരു തോന്നലുണ്ടായി കാണൂല്ലേ? അതുകൊണ്ടായിരിക്കും സാഹസം കാണിച്ചത് അല്ലേ? ആ, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോന്ന് ശ്രമിച്ചു നോക്കാറുണ്ട്. അയ്യോ, ഇപ്പൊ അങ്ങനെ ഒന്നും ശ്രമിക്കരുത്. കാലിന്റെ വിരല് മാത്രമല്ലേ ഇപ്പൊ അനങ്ങുന്നുള്ളൂ. ആ, ഇടതുകാൽപാദം ചലിപ്പിക്കാം. ഇനിയിപ്പോ ഇവൻ എഴുന്നേറ്റ് നടന്നാലും കൈ പിടിച്ച് നടത്താൻ മറ്റവളില്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല.